non-ideal solutions showing negative deviation. പോസിറ്റീവ് ഡീവിയേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പോയിന്റ്സ് ആണ് നെഗറ്റീവ് ഡീവിയേഷനിൽ പറയുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ്റെ ആകെയുള്ള വേപ്പർ പ്രഷർ റൗൾസ് അനുസരിച്ച് കിട്ടേണ്ടതിനേക്കാൾ കുറവ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ്, പോസിറ്റീവ് ഡീവിയേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ലെസ് ദാൻ എക്സ്പെക്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് റൗൾസ് ലോ. റൗൾസ് ലോ അനുസരിച്ച് കിട്ടേണ്ടതിനേക്കാൾ ടോട്ടൽ വേപ്പർ പ്രഷർ കുറഞ്ഞിരിക്കുന്നു. പോസിറ്റീവ് ഡിവിയേഷന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കി മാറ്റുക വേണ്ടോ, നെഗറ്റീവ് ഡിവിയേഷൻ ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ എന്നുള്ളതിന് പകരം ലെസ് ദാൻ എന്ന് നോക്കണം. എന്തുകൊണ്ടാണ് ടോട്ടൽ വേപ്പർ പ്രഷർ കുറഞ്ഞത്? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എനി കമ്പോണൻറ്റ് വിൽ ബി ലെസ് ദാൻ ദാറ്റ് എക്സ്പെക്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് റൗൾസ് ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ടോട്ടൽ വേപ്പർ പ്രഷർ കുറഞ്ഞത്? അതിന് കാരണം പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എനി കമ്പോണൻറ്റ്, ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് പാർഷ്യൽ വേപ്പർ പ്രഷർ റൗൾസ് ലോ അനുസരിച്ച് കിട്ടേണ്ടതിനേക്കാൾ കുറയുന്നു എന്നുള്ളത് കൊണ്ടാണ് ടോട്ടൽ വേപ്പർ പ്രഷർ കുറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് അതിൻ്റെ റീസൺ എന്തായിരിക്കും? സൊല്യൂട്ട് ടു സോൾവെന്റ് ഇൻട്രാക്ഷൻ ഗ്രേറ്റർ ദാൻ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ഇൻട്രാക്ഷൻ. സൊല്യൂട്ട് മോളിക്യൂൾസ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴുള്ള ഇൻട്രാക്ഷനോ സോൾവെന്റ് മോളിക്യൂൾസ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴുള്ള ഇൻട്രാക്ഷനേക്കാൾ കൂടുതലാണ് സൊല്യൂട്ടും സോൾവെന്റ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ. അതുകൊണ്ട് സൊല്യൂട്ട് സോൾവെന്റ് മോളിക്യൂൾസ് തമ്മിൽ ഇൻട്രാക്ഷൻ കൂടുതലുള്ളതുകൊണ്ട് അവർ വേപ്പറായിട്ട് പോകുന്നില്ല. വേപ്പറായിട്ട് പോകാൻ ടെൻഡൻസി കുറവായിരിക്കും. അതാണ് എസ്കേപ്പിംഗ് ടെൻഡൻസി ഓഫ് ലിക്വിഡ് മോളിക്യൂൾസ്. എസ്കേപ്പ് ടെൻഡൻസി ഓഫ് ലിക്വിഡ് മോളിക്യൂൾസ് ഇൻ സൊല്യൂഷൻ ഡിക്രീസസ് ആൻഡ് വേപ്പർ പ്രഷർ ഡിക്രീസസ്. സൊല്യൂഷൻ മോളിക്യൂൾസിന് വേപ്പറായിട്ട് പോകാനുള്ള കഴിവ് കുറയുന്നു. അതുകൊണ്ട് വേപ്പർ പ്രഷർ കുറയുന്നു. കാരണം അവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട്, സൊല്യൂട്ട് സോൾവെന്റ് തമ്മിൽ ഇൻട്രാക്ഷൻ വളരെ കൂടുതലായതുകൊണ്ട് അവർ വേപ്പറായി പോകുന്നില്ല. അങ്ങനെ വേപ്പർ പ്രഷർ കുറയുന്നു. ദാറ്റ് ഈസ് വൈ ടോട്ടൽ വേപ്പർ പ്രഷർ ഡിക്രീസസ്. അതുകൊണ്ടാണ് ടോട്ടൽ വേപ്പർ പ്രഷർ സൊല്യൂഷൻ്റെ കുറവായിരിക്കുന്നത്, റൂൾസ് അനുസരിച്ച് കിട്ടേണ്ടതിനേക്കാൾ കുറവായിരിക്കുന്നത്. ഇനി ഇതിന് എക്സാമ്പിളായിട്ട് അസറ്റോൺ ആൻഡ് ക്ലോറോഫോം, രണ്ട് ലിക്വിഡ് മിക്സ്ഡ് കമ്പോണൻസ് മിക്സ് ചെയ്ത് കിട്ടുന്ന മിക്സ്ചർ ഓഫ് അസറ്റോൺ ആൻഡ് ക്ലോറോഫോം ഈസ് എൻ എക്സാമ്പിൾ ഫോർ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. എന്തുകൊണ്ടാണ് അസറ്റോൺ ക്ലോറോഫോം തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ കാണിച്ചത്? അസറ്റോൺ എന്ന് പറഞ്ഞ് CH3COCH3, ക്ലോറോഫോം എന്ന് പറഞ്ഞ് CHCl3. രണ്ട് മോളിക്യൂൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവിടെ ഇൻട്രാക്ഷൻസ് ഒന്നുമില്ല, ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻട്രാക്ഷൻ ഒന്നുമില്ല. അസറ്റോൺ മോളിക്യൂൾസിലില്ല, ക്ലോറോഫോം മോളിക്യൂളിൽ ഒറ്റയ്ക്ക് ഇൻട്രാക്ഷൻ ഇല്ല. രണ്ടും കൂടി മിക്സ് ചെയ്ത് സൊല്യൂട്ടും സോൾവെൻ്റായി സൊല്യൂഷൻ ആയി കഴിഞ്ഞപ്പോൾ അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് വരികയാണ്. ക്ലോറോഫോമിൽ ഹൈഡ്രജനും അസറ്റോണിൽ ഓക്സിജൻ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് ക്രിയേറ്റഡ്. ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകപ്പെടുന്നു, പുതിയ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകുന്നു. അതുകൊണ്ട് അവർ തമ്മിൽ ഇൻട്രാക്ഷൻ കൂടുന്നു. സൊല്യൂട്ടും സോൾവെന്റ് തമ്മിൽ ഇൻട്രാക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കുന്നു. അതുകൊണ്ട് സൊല്യൂഷനിലെ മോളിക്യൂൾസിന് വേപ്പറായി പോകാനുള്ള കഴിവില്ല, ടെൻഡൻസി കുറയുന്നു. അങ്ങനെ വേപ്പർ പ്രഷർ കുറയുന്നതാണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിനുള്ള കാരണം. ഇനി അടുത്തത് ഗ്രാഫ് വരയ്ക്കുന്നതാണ്. ഗ്രാഫ് വരയ്ക്കുന്നതും ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. പോസിറ്റീവ് ഡീവിയേഷന് ജസ്റ്റ് ഓപ്പോസിറ്റ് വരയ്ക്കാനുള്ള ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് വരയ്ക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഐഡിയൽ സൊല്യൂഷനൊക്കെ സെയിം ആണ്. കർവ് നെഗറ്റീവ് ഡീവിയേഷൻ ആകുമ്പോൾ മുകളിലേക്ക് വരയ്ക്കുന്നതിന് പകരം താഴേക്ക് വരയ്ക്കുന്നു, അത്രേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. പോസിറ്റീവ് ഡീവിയേഷനെ പോലെ തന്നെയാണ്. ഇപ്പോൾ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ കർവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേപ്പർ പ്രഷർ രണ്ട് y ആക്സിസിലെ മോൾ ഫ്രാക്ഷൻ x ആക്സിസിലെ കൈ =1, എയുടെ മോൾ ഫ്രാക്ഷൻ ലെഫ്റ്റ് y ആക്സിസിലെ =1 ആയിരിക്കും, മാക്സിമം ആയിരിക്കും. റൈറ്റ് y ആക്സിസിലെ കൈ =0, മോൾ ഫ്രാക്ഷൻ ഓഫ് A becomes 0 and left y axis മോൾ ഫ്രാക്ഷൻ ഓഫ് B =0, മോൾ ഫ്രാക്ഷൻ ഓഫ് B in the second y axis =1. ഇനി ഐഡിയൽ സൊല്യൂഷൻ കർവ് വരയ്ക്കുകയാണെങ്കിൽ ഡോട്ടഡ് ലൈനായിട്ട് വരയ്ക്കുക. ഫസ്റ്റ് ഐഡിയൽ സൊല്യൂഷൻ ഗ്രാഫ് പോലെ തന്നെ ഡോട്ടഡ് ലൈനായിട്ട് വരയ്ക്കുന്നു. ഇനി തിക്ക് ലൈനായിട്ട് ടോട്ടൽ വേപ്പർ പ്രഷറും ഐഡിയൽ സൊല്യൂഷന് ടോട്ടൽ വേപ്പർ പ്രഷർ ഡോട്ടഡ് ലൈനായി കാണിക്കുക. ഇനി അടുത്തത് നമ്മുടെ നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ എന്താണ് ഇതിൽ വ്യത്യാസമുള്ളത്? പാർഷ്യൽ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ലെസ് ദാൻ ദാറ്റ് എക്സ്പെക്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് റൗൾസ് അനുസരിച്ച് കിട്ടുന്നതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതിനേക്കാൾ താഴെയാണ്, കുറവാണ് ടോട്ടൽ വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ y ആക്സിസിലാണ് കാണിക്കുന്നത്. വേപ്പർ പ്രഷർ കുറവ് എന്ന് പറഞ്ഞാൽ താഴേക്ക് കർവ് വരയ്ക്കുന്നു. ഓരോ ലൈനും താഴേക്ക്
കർവ് വരയ്ക്കുകയാണ്. ടോട്ടൽ വേപ്പർ പ്രഷറിനും കർവ് താഴേക്ക് വരയ്ക്കും. Total vapor pressure of the solution less than that expected on the basis of Raoult's law. ഇനി ഇതാണ് ഈ ടോട്ടൽ വേപ്പർ പ്രഷറിനാണ് P ഈക്വൽ ടു PA പ്ലസ് PB. ഇനി PA എന്ന് പറഞ്ഞാൽ എന്താണ്? വേപ്പർ പ്രഷർ ഇൻ സൊല്യൂഷൻ. സൊല്യൂഷനിൽ വേപ്പർ പ്രഷറാണ് PA, സൊല്യൂഷനിൽ വേപ്പർ പ്രഷർ PB, രണ്ടാമത്തെ കർവ് PB. രണ്ടും കൂടി കൂട്ടിയ ടോട്ടൽ വേപ്പർ പ്രഷർ P ഈക്വൽ ടു PA പ്ലസ് PB. ഇനി അടുത്തത് അസിയോട്രോപ്പ് Q. There is a particular composition, intermediate composition at which the vapor pressure is found to be minimum. Vapor pressure ഏറ്റവും മിനിമം ആയി വരുന്ന പോയിന്റാണ് നമുക്ക് നെഗറ്റീവ് ഡീവിയേഷനിൽ കണ്ടുപിടിക്കാൻ പറ്റുക. അതിനെ Q എന്ന് എഴുതാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പോസിഷനെ R എന്ന് എഴുതാം. R എന്നുള്ള പർട്ടിക്കുലർ കോമ്പോസിഷൻ്റെ പ്രത്യേകത എന്താണ്? അസിയോട്രോപ്പ്. That particular composition it is called, liquid mixture is called azeotrope. But the azeotrope പ്രത്യേകത എന്താണ്? നെഗറ്റീവ് ഡീവിയേഷനിൽ അസിയോട്രോപ്പിൻ്റെ പ്രത്യേകത എന്താണ്? അസിയോട്രോപ്പ് ലോ വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന പോയിന്റാണ്, ഏറ്റവും കുറഞ്ഞ പോയിന്റാണ് അസിയോട്രോപ്പിനോട് വരുന്നത്. വേപ്പർ പ്രഷർ ഏറ്റവും കുറഞ്ഞതുകൊണ്ട് ഇതിന് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറിലാണ് ഈ അസിയോട്രോപ്പ് ബോയിൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. വേപ്പർ പ്രഷർ മിനിമം ആയതുകൊണ്ട് ഇവിടെയുള്ള അസിയോട്രോപ്പ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കും. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഇത്രയാണ് നെഗറ്റീവ് ഡീവിയേഷനിൽ പഠിക്കാനുള്ളത്. പോസിറ്റീവ് ഡീവിയേഷനിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് പോയിന്റുകൾ മാത്രം. എന്തുകൊണ്ട് നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കുന്നു? ടോട്ടൽ വേപ്പർ പ്രഷർ, സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ റൗൾട്ട്സ് ലോ അനുസരിച്ച് കിട്ടേണ്ടതിനേക്കാൾ കുറവായിരിക്കുന്നു. എന്തുകൊണ്ട് കുറവായി? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എനി കമ്പൗണ്ട് ലെസ് ദാൻ ദാറ്റ് എക്സ്പെക്റ്റഡ് ഓൺ ദ റൗൾട്ട്സ് ലോ. റൗൾട്ട്സ് ലോ അനുസരിച്ച് കിട്ടേണ്ടതിനേക്കാൾ കുറഞ്ഞ വേപ്പർ പ്രഷറാണ് ഒരു കമ്പൗണ്ടിനെയും വരുന്നത്. അതുകൊണ്ട് സോല്യൂട്ട് സോൾവെന്റ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കുന്നു. എന്തുകൊണ്ടാണ് പാർഷ്യൽ വേപ്പർ പ്രഷർ കുറഞ്ഞത്? സോല്യൂട്ട് സോൾവെന്റ് തമ്മിൽ ഇൻട്രാക്ഷൻ സോൾവെന്റ് ഇൻട്രാക്ഷനേക്കാൾ കൂടുതലായിരിക്കുന്നു. അതുകൊണ്ടാണ് വേപ്പർ പ്രഷർ കുറഞ്ഞു പോയത്. ഇനി ഇൻട്രാക്ഷൻ കൂടിയതുകൊണ്ട് തന്നെ എസ്കേപ്പിംഗ് ടെൻഡൻസി ലിക്വിഡ് മോളിക്യൂൾസിൻ്റെ കുറഞ്ഞു, അങ്ങനെ വേപ്പർ പ്രഷർ കുറഞ്ഞു. ദാറ്റ് ഈസ് വൈ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ഡിക്രീസസ്. എക്സാമ്പിൾ അസറ്റോൺ ആൻഡ് ക്ലോറോഫോം. അസറ്റോൺ ക്ലോറോഫോം തമ്മിലുള്ള സൊല്യൂഷൻ, ചേർന്ന സൊല്യൂഷൻ നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. എന്തുകൊണ്ട്? അസറ്റോണും ക്ലോറോഫോമും തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴാണ് അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ ബോണ്ട് വഴി രണ്ട് മോളിക്യൂളും സ്ട്രോങ് ആയി ഇൻട്രാക്ഷനിൽ പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വേപ്പറായി പോകാനുള്ള ടെൻഡൻസി കുറയുന്നു. ഇനി അടുത്തത് ഗ്രാഫ് വരയ്ക്കുന്നതാണ്. മുകളിലേക്ക് വരയ്ക്കുന്നതിന് പകരം താഴേക്ക് കർവ് വരയ്ക്കുന്നു. കാരണം നെഗറ്റീവ് ഡീവിയേഷൻ, ടോട്ടൽ വേപ്പർ പ്രഷർ കുറവാണ്. വേപ്പർ പ്രഷർ y ആക്സിസിലാണ്. വേപ്പർ പ്രഷർ കുറവ് എന്ന് പറഞ്ഞ് താഴേക്ക് വരയ്ക്കുന്നു. ഐഡിയൽ സൊല്യൂഷനേക്കാൾ താഴെയായിട്ട് കർവായിട്ട് വരയ്ക്കുന്നതാണ് നെഗറ്റീവ് ഡീവിയേഷൻ. ഇനി ഇവിടെ അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ മിനിമം വേപ്പർ പ്രഷറുള്ള ഒരു പോയിന്റാണ്. ഇറ്റ് വിൽ ഹാവ് അസിയോട്രോപ്പ് കോമ്പോസിഷൻ, മീൻസ് ലിക്വിഡ് മിക്സ്ചേഴ്സ് വിച്ച് ഡിസ്റ്റിൽ വിതൗട്ട് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ. ഇപ്പോൾ ഇവിടെയുള്ള അസിയോട്രോപ്പ് എങ്ങനെയുള്ളതായിരിക്കും? വേപ്പർ പ്രഷർ ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. പോസിറ്റീവ് ഡീവിയേഷനിൽ വേപ്പർ പ്രഷർ കൂടുതലുള്ള പോയിന്റാണ്. അതുകൊണ്ട് അവിടെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവായിരിക്കും അസിയോട്രോപ്പിന്. അതുകൊണ്ട് അതിന് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞത്. ഇവിടെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഇത്രയാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസിൽ പഠിക്കാനുള്ളത്. മൂന്ന് ഗ്രാഫാണ് വരച്ച് പഠിക്കേണ്ടത്. ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. അങ്ങനെ മൂന്ന് ഗ്രാഫ് വരച്ച് പഠിക്കാനുണ്ട്. ഇനി അടുത്തത് കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ. ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി. എന്താണ് കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് only on the number of solid particles but not on their nature. Colligative properties very important property ആണ്. സൊല്യൂഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. എന്താണ് കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ? പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ്. സോളിഡ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. നമ്പർ ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് ബട്ട് നോട്ട് ഓൺ ദെയർ നേച്ചർ. But not on their nature. Not on their nature.
സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിനെ മാത്രം ആശ്രയിച്ചിരിക്കുകയും അവരുടെ സ്വഭാവത്തെ, നേച്ചറിനെ ആശ്രയിച്ചിരിക്കാത്തതുമായ പ്രോപ്പർട്ടികളാണ് കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ബട്ട് നോട്ട് ഓൺ ദെയർ നേച്ചർ ആർ കോൾഡ് കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഇനി ഏതൊക്കെയാണ് കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, എന്താണ് അതിൻ്റെ അപ്ലിക്കേഷൻ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. പിന്നെ കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. 4 തരത്തിലുള്ള കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഡൈലൂട്ട് സൊല്യൂഷൻസ് കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് exhibit 4 types of colligative properties. Dilute solutions containing non-volatile solute. Non-volatile solute ഉള്ള dilute solutions exhibit ചെയ്യുന്ന colligative properties ആണ് നമുക്ക് പഠിക്കാനുള്ളത്. Containing non-volatile solute. Dilute solutions containing non-volatile solute exhibits 4 colligative properties. 4 തരത്തിലുള്ള colligative properties ഉണ്ട്. ഏതൊക്കെയാണ് എല്ലാവർക്കും അറിയുണ്ടാവും. Relative lowering of vapor pressure. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. നാലെണ്ണം എന്താണ് ഡെഫിനേഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. 2 എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. 3 ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. 4 ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ. 4 തരത്തിലുള്ള കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ബട്ട് നോട്ട് ഓൺ ദിയർ നേച്ചർ. ഡൈലൂട്ട് സൊല്യൂഷൻസ് കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്ന് വന്നിട്ടുണ്ട്, പെട്ടെന്ന് വേപ്പറാകാത്ത സൊല്യൂട്ട്. അങ്ങനെയുള്ള സൊല്യൂട്ട് അടങ്ങിയ സൊല്യൂഷൻ വെരി ഡൈലൂട്ട് സൊല്യൂഷൻ ആണ്. സൊല്യൂട്ടിൻ്റെ എമൗണ്ട് വളരെ കുറവാണ്. അങ്ങനെയുള്ള സൊല്യൂഷന് മാത്രമേ കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുള്ളത്. 4 തരത്തിലുള്ള കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷറിൻ്റെ കുറവ്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. 2 എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിലുള്ള വർധനവ്. 3 ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റിലുള്ള കുറവ്. 4 ഓസ്മോട്ടിക് പ്രഷർ. 4 ഇനി എന്താണ് അപ്ലിക്കേഷൻ? ഈ 4 കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ അപ്ലിക്കേഷൻ എന്താണ്? അപ്ലിക്കേഷൻ ഓഫ് കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ടു ഡിറ്റർമിൻ ദ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. ടു ഡിറ്റർമിൻ ദ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഓരോ കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ അപ്ലിക്കേഷൻ. 4 കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാം. അതാണ് അപ്ലിക്കേഷൻ ഓഫ് കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി ടു ഡിറ്റർമിൻ ദ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇനി ഓരോ കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസിലും ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ്പ്രഷനാണ്. എക്സ്പ്രഷൻ ഫോർ കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി. ഫസ്റ്റ് സബ് ഹെഡിങ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പഠിക്കാനുള്ളത് എന്താണ് കൊലിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ എക്സ്പ്രഷൻ. 2 കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു. ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ഫ്രം കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി. അങ്ങനെ 2 സെപ്പറേറ്റ് ഹെഡിങ്ങിലാണ് നമുക്ക് ഓരോ കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസും പഠിക്കാനുള്ളത്. ആദ്യത്തെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ പ്രഷർ നമ്മൾ രണ്ടാമത്തെ റൗണ്ട്സിലും എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് റൗണ്ട്സിലെ സ്റ്റേറ്റ്മെന്റിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പി ഈക്വൽ ടു പി എ ഇൻറ്റു കൈ എ എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിന് റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ പ്രഷറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി പറയാം. പി നോ കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു chi a plus chi b equal to 1. Total mole fraction of the solution equal to 1. Then chi a will be equal to 1 minus chi b. Substituting in the equation, p equal to p0 into pa equal to p0 into chi a, where chi a equal to 1 minus chi b. Substituting in this equation, p equal to p0 into 1 minus chi b. Expression for colligative property ആണ് ആദ്യം പറയുന്നത്. p equal to p0 into 1 minus chi b. ബ്രാക്കറ്റ് കളയുക. p equal to p0a minus p0a chi b. ഇനി p0a p ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ pa minus p0a equal to minus p0a chi b. Then chi b equal to കൈ മാത്രം അവിടെ നിർത്തുകയാണെങ്കിൽ p0 ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. pa മൈനസ് p0a ഡിവൈഡ് ബൈ p0a ദാറ്റ് ഈക്വൽ ടു മൈനസ് കൈ ബി. മൈനസ് കൊണ്ട് ഇതിനെ കുറിച്ചാൽ
ഇസ് ഈക്വൽ ടു കൈ ബി എന്ന് പറയാം. അതിന് സോൾവ് വിളിച്ചാൽ പി സീറോയെ പഠിക്കുമായിരുന്നു, പി എ പഠിക്കുമായിരുന്നു. അപ്പോൾ പി സീറോ എ മൈനസ് പി എ ഡിവൈഡഡ് ബൈ പി സീറോ എ ഈക്വൽ ടു കൈ ബി. ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. എന്തുകൊണ്ടാണ് ഇതിനെ റിലേറ്റീവ് ലോവറിംഗ് എന്ന് വിളിക്കുന്നത്? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ് പി സീറോ എ, വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ പി എ. വി നോ the vapor pressure of solution is always less than vapor pressure of pure solvent. Pure solvent vapor pressure നേക്കാൾ കുറവാണ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ നമുക്കറിയാം. അതുകൊണ്ട് സോൾവെന്റ് വേപ്പർ പ്രഷറിന് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറയ്ക്കുന്നു. അതിനെ വിളിക്കുന്നതാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, വേപ്പർ പ്രഷറിലുള്ള കുറവ്. അടുത്തത് ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണ്? വിത്ത് റെസ്പെക്ട് ടു വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്, ദാറ്റ് ഈസ് P0A. This term is called relative lowering of vapor pressure. Lowering of vapor pressure with respect to the vapor pressure of pure solvent is called relative lowering of vapor pressure. We know it is equal to mole fraction of solute. Relative lowering of vapor pressure equal to mole fraction of solute. This is the expression for relative lowering of vapor pressure. This is known as expression for relative lowering of vapor pressure. Expression for relative lowering of vapor pressure. Next is subheading calculation of molecular mass of solute from calculation of molecular mass of solute from relative lowering vapor pressure. Next video il parayam. Code eduthathu expression for relative lowering of vapor pressure aanu eduthathu. Expression for relative lowering of vapor pressure. Expression കിട്ടിയതാണ് from second Raoult's law. P equal to P0 into chi A. We know chi A plus chi B equal to 1. Then chi A equal to 1 minus chi B. Substituting this equation, P A equal to P0 into 1 minus chi B. Bracket കളഞ്ഞു കഴിഞ്ഞാൽ P A equal to P0A minus P0A chi B. Equation rearrange ചെയ്ത് വേപ്പർ പ്രഷർ ടേമുകളെല്ലാം ഒരു സൈഡിൽ എഴുതിയാൽ പി എ മൈനസ് പി സീറോ ഡിവൈഡ് ബൈ പി സീറോ ഈക്വൽ ടു കൈ ബി. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി സീറോ എ മൈനസ് പി എ ഡിവൈഡ് ബൈ പി സീറോ ഈക്വൽ ടു കൈ ബി. ദിസ് ഇസ് നോൺ ആസ് എക്സ്പ്രഷൻ ഫോർ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. നെക്സ്റ്റ് സബ് ഹെഡിംഗ് കാൽക്കുലേഷൻ ഓഫ് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ഫ്രം റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ.